ഇത്തവണയും നീറ്റ് UG പരീക്ഷാ നടത്തിപ്പ് കോടതി കയറി നിൽപ്പാണ്. പരീക്ഷാ നടത്തിപ്പുകാരായ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിശ്വാസ്യതയെക്കുറിച്ച് തന്നെ സംശയങ്ങൾ ശക്തമാണ്. എന്താണ് പുതിയ നീറ്റ് വിവാദമെന്ന് നമുക്കൊന്ന് നോക്കി വരാം. നീറ്റ് UG അഥവാ ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷാഫലം ജൂൺ 14 പ്രഖ്യാപിക്കുമെന്നായിരുന്നു ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടിയ ആദ്യ അറിയിപ്പ്. എന്നാൽ 10 ദിവസം മുൻപ് രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം കാത്തിരുന്ന ജൂൺ 4 തന്നെ പരീക്ഷാഫലവും പ്രഖ്യാപിച്ചു. ഫലം പുറത്തുവന്നപ്പോൾ 720-ൽ 720 മാർക്കും നേടി ഒന്നാം റാങ്ക് സ്വന്തമാക്കിയത് 67 പേർ. മെഡിക്കൽ വിദ്യാർത്ഥികളുടെ എല്ലാം ആദ്യ ചോയ്സായ ദില്ലി എയിംസിൽ ജനറൽ വിഭാഗത്തിലുള്ളത് 56 സീറ്റാണ്. ഒന്നാം റാങ്ക് ജേതാക്കൾക്ക് പോലും എയിംസിൽ സീറ്റ് ലഭിക്കാത്ത സാഹചര്യം. തീർന്നില്ല. ഒരു ശരിയുത്തരത്തിന് 4 മാർക്കാണ് ലഭിക്കുക. ഉത്തരം തെറ്റാണെങ്കിൽ 1 മാർക്ക് കുറയും. ഇതനുസരിച്ച് 720 കഴിഞ്ഞാൽ 716 വരേണ്ടത്. എന്നാൽ ചിലർക്ക് 719, 718 മാർക്കുകൾ വരെ ലഭിച്ചു. ഇതെന്ത് മറിമായമെന്ന് ചോദിച്ചവരോട് പലയിടത്തും വൈകിയാണ് പരീക്ഷ ആരംഭിച്ചതെന്നും ഇതിന് ഗ്രേസ് മാർക്ക് നൽകിയതിനെ തുടർന്നാണ് ഇങ്ങനെ മാർക്കുകൾ വന്നതെന്നുമാണ് ദേശീയ പരീക്ഷാ ഏജൻസിയുടെ വിശദീകരണം. പരാതി പ്രവാഹമാണ് എങ്ങും. പരീക്ഷാ നടത്തിപ്പിലും തുടർ നടപടികളിലും വൻ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് ആരോപണം. അത് മറച്ചുപിടിക്കാനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിവസം തന്നെ ഫലം പ്രഖ്യാപിച്ചതെന്നാണ് ആക്ഷേപം. പരീക്ഷ വീണ്ടും നടത്തുക, ഗ്രേസ് മാർക്ക് മാനദണ്ഡങ്ങൾ കുറ്റമറ്റതാക്കുക, സുതാര്യമായ മൂല്യനിർണ്ണയം ഉറപ്പാക്കുക തുടങ്ങിയവയാണ് പരിഹാരമായി നിർദ്ദേശിക്കപ്പെടുന്നത്. അതേസമയം പരീക്ഷ വീണ്ടും നടത്തില്ലെന്നാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നൽകിയ വിശദീകരണം. ഗ്രേസ് മാർക്ക് കൊടുത്തതിൽ വിവാദമുണ്ടായ 6 സെന്ററുകളിലെ കാര്യം പരിശോധിക്കാൻ സമിതിയെ നിയോഗിച്ചു. UPSC മുൻ ചെയർമാൻ അധ്യക്ഷനായ 4-അംഗ സമിതി ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കും. സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികളെന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.